اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي لم تحرم ما أحل الله لك تبتغي مرضات أزواجك والله غفور رحيم. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അറബ് മാസത്തിലെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജ വിട പറയുകയാണ്. ദുൽഹിജ്ജ വിട പറയുമ്പോൾ അത് കേവലം ഒരു മാസത്തിൻ്റെ വേർപാട് മാത്രമല്ല, ഹിജ്റ കലണ്ടറിലെ ഒരു വർഷത്തിൻ്റെ അന്ത്യം കുറിക്കുകയാണ്. 1445 നിന്ന് 1446 നമ്മൾ കടക്കുകയാണ്. മുഹറം എന്ന് പറയുന്ന ഏറെ പവിത്രമായ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. പവിത്രമാസത്തിൽ നിന്ന് പവിത്രമാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ പവിത്രമാണ്, മുഹറമും പവിത്രമാണ്. ഹസൻ ബസരി റഹിമഹുള്ള പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹു വർഷത്തെ അലങ്കരിച്ചു. ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സന, ഈ വർഷത്തെ അല്ലാഹു തുടങ്ങിയത് തന്നെ ബിശഹരിൽ ഹറാം, ഒരു വിശുദ്ധ മാസം കൊണ്ടാണ്, അഥവാ മുഹറം കൊണ്ടാണ്. വഖതമഹാ ബിശഹരിൽ ഹറാം, ഇത് അവസാനിപ്പിച്ചതും വേറെ ഒരു വിശുദ്ധ മാസം കൊണ്ടാണ്, അഥവാ ദുൽഹിജ്ജ കൊണ്ടാണ്. അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ളൊരു മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരു കലണ്ടർ എന്ന സംവിധാനമായിട്ട് ഹിജ്റ വർഷം നിലവിൽ വരുന്നത് തന്നെ. അതിനു മുമ്പേ ഈ വർഷങ്ങളുണ്ട്, ഈ മാസങ്ങളുണ്ട്, ഈ ദിവസങ്ങളുണ്ട്. പക്ഷെ വ്യവസ്ഥാപിതമായിട്ട് ഒരു കണക്ക് ആരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അന്നത്തെ കാലത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു. ഇസ്ലാം ഓരോ പ്രവിശ്യകൾ കീഴടക്കി അവിടൊക്കെ ദഅവത്തുമായിട്ട് കടന്നു ചെന്ന് ആളുകൾ ദീനിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വന്നപ്പോൾ അത് രാഷ്ട്രമായി, അതൊരു സമൂഹമായി ഒക്കെ രൂപാന്തരപ്പെടുമ്പോൾ അവരുപയോഗിക്കുന്ന അന്നത്തെ റോമാ കലണ്ടർ അത് പോരാ എന്നവർക്ക് തോന്നി. നമുക്കൊരു കലണ്ടർ ആവശ്യമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഹിജ്റയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് മുഹറം മാസത്തിലാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പരിശുദ്ധമായ മുഹറം മാസം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹു ആദ്യം തന്നെ കണക്കാക്കി മാസങ്ങളുടെ എണ്ണം 12 അവന്റെ ഗ്രന്ഥത്തിൽ എന്ന് മുതൽ യൗമ ഖലഖസ് സമാവാതി വൽ അർള്,
ആകാശഭൂമികളെ പടച്ച അന്ന് തന്നെ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങളേറെ പവിത്രമാണ്, വളരെ പവിത്രമായ 4 മാസങ്ങൾ. അൻ അബീ ബക്റത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നുണ്ട്, അസ്സമാൻ ഖദ് ഇസ്തദാറ കഹയതിഹി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലം വല്ലാത്തൊരു യാത്ര നടത്തുക. അതിൽ തന്നെ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, അതിലെ 3 മാസങ്ങൾ തുടരെ തുടരെ വരുന്നു. അത് ദുൽഖഅദ വൽ ഹിജ്ജ വൽ മുഹറം. ഒന്ന് ദുൽഖഅദയാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് മുഹറമാണ്. വറജബ മുദർ, മുദർ ഗോത്രക്കാരന്റെ റജബുമാണ്. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജമാദുൽ ഉഖ്റയുടെയും ശഅബാന്റെയും ഇടയിൽ കിടക്കുന്ന മാസമായ റജബ്, അത് മുദർ ഗോത്രക്കാര് പ്രാധാന്യം കൊടുത്ത മാസമാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത കൂടി അവിടെ മനസ്സിലാക്കണം. ജാഹിലിയ സംസ്കാരം വന്നപ്പോൾ ആ ജാഹിലിയ സംസ്കാരത്തിൽ എപ്പോഴും അടിയടിയാണ്, എപ്പോഴും പ്രതികാരമാണ്, എപ്പോഴും പോരാട്ടമാണ്, എപ്പോഴും കലാപമാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. പകരത്തിന് പക വീട്ടിയിട്ട് രാവ് പകലുകൾ അങ്ങനെ കടന്നു പോകുന്ന ഒരു ജനസമൂഹമാണ്. ഹജ്ജിന് ആളുകൾ വരാത്ത പ്രശ്നങ്ങളുണ്ടായി, അവിടെ കുഴപ്പമാണ്, അവിടെ പ്രശ്നമാണ്. അപ്പൊ അവരുടെ ഉപജീവനം വഴിമുട്ടി, കച്ചവടക്കാർ വരാതായി, അവർക്ക് വിഷമമായി. അപ്പൊ ജാഹിലിയ അറബികൾ തന്നെ ഒരു തീരുമാനമെടുത്തു, ഇങ്ങനെ പറ്റൂല. ലോകത്തിന്റെ നാനാഭാഗത്ത് വിദൂരമായ മലമ്പാതകൾ താണ്ടി വരുന്ന ആളുകൾ ഒരുപാട്. അവരെന്തിന് തടുക്കണം, മടക്കണം? അപ്പൊ അതുകൊണ്ട് ഹജ്ജ് മാസത്തില് നമുക്ക് സംഘട്ടനം വേണ്ട, അന്ന് പകരം വീട്ടണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഹജ്ജ് മാസത്തിൽ യുദ്ധമില്ല എന്ന് അവർ നിയമമുണ്ടാക്കി. അടിവരട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പിന്നെയോ ഹജ്ജിന് വരുന്നൊരു മാസം അതിന് തൊട്ട് മുമ്പുള്ള ദുൽഖഅദ്, ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വരുമ്പോ മാസങ്ങളുടെ വഴിദൂരം. അപ്പൊ ദുൽഖഅദിലും വേണ്ട പ്രശ്നം. ഇനി ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം, അതിന് ദുൽഹിജ്ജ കഴിഞ്ഞിട്ട് അടുത്ത മാസം, അപ്പൊ മുഹറം. അപ്പൊ തുടർച്ചയായ 3 മാസം. അന്നൊരു പ്രശ്നം വേണ്ട, അന്ന് കലാപം വേണ്ട, സംഘട്ടനം വേണ്ട, പകവീട്ടല് വേണ്ട, പകരം വീട്ടല് വേണ്ട. ഇതിനെ നാം പവിത്രമാക്കും. മുദർ ഗോത്രക്കാരും റബീഅ ഗോത്രക്കാരും തമ്മിലൊരു തർക്കം എന്താണെന്നറിയോ? ഈ കുടിപ്പകയുടെയും ഗോത്രപ്പകയുടെയും ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. റബീഅ ഗോത്രക്കാർ പറഞ്ഞു മാസങ്ങളിൽ ശ്രേഷ്ഠത റമദാനിനാണ്. ഭൂരിഭാഗം ആളുകൾ മുദർ അഥവാ ഖുറൈശ് കുടുംബവുമായിട്ട് വല്ലാതെ ബന്ധപ്പെടുന്ന, റസൂലുള്ളാഹിന്റെ 20 ഉപ്പമാരുടെ പേരെണ്ണുമ്പോൾ കാണുന്ന മുദർ, ആ ഗോത്രം, അവര് പറഞ്ഞു അതല്ല, റജബാണ് പവിത്രത. ഇങ്ങനൊരു നിയമം അവിടെ കിടക്കുക. ദീന് വന്നു, പ്രബോധനം വന്നു, ഇസ്ലാം വന്നു. ജാഹിലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ദുൽഹിജ്ജ മാസത്തില് സംഘട്ടനമില്ല, ദുൽഖഅദിലില്ല, മുഹറത്തിലില്ല, പിന്നെ റജബിലില്ല. ഇസ്ലാം നേരെ അതിന് പച്ചക്കൊടി വീശി. അതേ നിയമം ഇസ്ലാം അംഗീകരിച്ചു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾ പവിത്രമാണ്. അവര് ഉള്ളിലൊരു നിയമമാണ്, അവര് നടപ്പാക്കപ്പെട്ടൊരു നിയമമാണ്. അത് അങ്ങനെ തന്നെയാണ് അംഗീകരിക്കുക ചെയ്തത്. എളുപ്പമാണ് നടപ്പാക്കാൻ, ഒരു പുതിയ നിയമമല്ല. അവരുടെ ഒരു നിയമത്തിനൊരു അംഗീകാരം നൽകിയ പോലെ അത്രമേൽ കലാപങ്ങളിൽ നിന്നും സംഘട്ടനങ്ങളിൽ നിന്നും ഭിന്നിപ്പുകളിൽ നിന്നും മനുഷ്യർ വേറിട്ട് നിൽക്കണമെന്ന അതിമഹത്തായ സന്ദേശം. അങ്ങനെ പരിശുദ്ധമായ മുഹറമാസം ചില പെട്ടെന്ന് കടന്നുപോകുന്നത്. ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ലാ തഖൂമുസ്സാഅ, ഖിയാമം സംഭവിക്കൂല ഹത്താ യതഖാറബ സമാൻ, കാലം വളരെ അടുത്തായി നിങ്ങൾക്ക് തോന്നുന്നിട്ടല്ലാതെ. വിശദീകരിച്ച റസൂലുള്ളാഹി പറയാ, ഫതകൂനസ്സന, ഒരു കൊല്ലം നിങ്ങൾക്ക് തോന്നും, കശ്ശഹരി, ഒരു മാസം പോലെ. വരികൾ എത്ര കൃത്യ! ഒരു കൊല്ല കടന്നുപോയത് ഒരു മാസം കടന്നുപോയ പോലെ.
വശഹറു ഒരു മാസം നിങ്ങൾക്ക് തോന്നും കൽ ജുമുഅ ഒരു വെള്ളിയാഴ്ച പോലെ, ആഴ്ചയിലെ ഒറ്റ ദിവസം പോലെ ഒരു മാസം നിങ്ങൾക്ക് തോന്നും. വതകൂനുൽ ജുമുഅ ഒരു ദിവസം നിങ്ങൾക്ക് തോന്നും, ഒറ്റ ദിവസം നിങ്ങൾക്ക് തോന്നും. വതകൂനു ശഹർ ഒരു മാസം നിങ്ങൾക്ക് തോന്നും കൽ യൗം ഒറ്റ ദിവസം പോലെ. വയകൂനുൽ യൗം ഒറ്റ ദിവസം നിങ്ങൾക്ക് തോന്നും കസ്സാഅ ഒറ്റ മണിക്കൂർ പോലെ. വതകൂനു സാഅ ഒരു മണിക്കൂർ നിങ്ങൾക്ക് തോന്നും കല്ലറമതി ബിന്നാർ ഒരു തീപ്പൊരി വീഴുന്ന പോലെ, ഒരു മിന്നൽ പിണർ പോലെ, ഒരു കൊള്ളിയാൻ മിന്നുന്ന പോലെ. തുറമുദിയുടെ റിപ്പോർട്ടാണ്. എത്ര സത്യമാണത്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എത്രയോ പെട്ടെന്ന് ഇതിന്റെ തഫ്സീർ വായിക്കുമ്പോൾ കാണാം മനുഷ്യന്റെ ശോഭനകൾ, അവന്റെ ജോലികൾ, അവന്റെ ജോലി തിരക്കുകൾ, അവന്റെ വ്യാപൃതമാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ, അതിനിടയിൽ അവനറിയാതെ കാലം പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മുഹറം ഏറെ പവിത്രമാണ്. റസൂലുള്ളാഹി അതിനെ കുറിച്ച് പറയുന്നത് ഷഹറുല്ലാഹ്, അള്ളാന്റെ മാസമാണ് മുഹറം, റബ്ബിന്റെ മാസമാണ് മുഹറം. അത് ഏറ്റവും പവിത്രമാണ്. ആ പേര് പോലും പവിത്രതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ നഹ്സ് എന്ന് പറഞ്ഞ സംഭവം ഇസ്ലാമിലില്ല. ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. മുഹറം 1 മുതൽ 10 വരെ കുടിയിരിക്കാൻ പറ്റൂല, പെര വാങ്ങാൻ പറ്റൂല, പെരയിൽ കയറാൻ പറ്റൂല, വാഹനം വാങ്ങാൻ പറ്റൂല, കല്യാണം നടത്താൻ പറ്റൂല, പുതിയ കാര്യങ്ങളൊന്നും പറ്റൂല. നിശ്ചയത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണന്മാരാന്ന് പറയുന്നവർ പറയപ്പെടുന്നു. ഏതായാലും ആ 10 കഴിഞ്ഞോട്ട് എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം. ദീനുമായിട്ടൊരു ബന്ധമല്ല. അമിതമായ ഷിയാ സ്വാധീനം ഒരു ജനതയിൽ ചെലുത്തിയ സ്വാധീനം, ചെറുതല്ലാത്തൊരു സ്വാധീനം. മുഹറം മാസത്തിലെ 10-ാം തീയതി പിൽക്കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന റസൂലുള്ളാഹിന്റെ പേരമകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വഞ്ചിച്ചിട്ട് ജനങ്ങളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ദിവസം എന്ന ഒറ്റ കാരണം പറഞ്ഞ് ആ ദിവസത്തെ ഷിയാക്കൾ നെഹസായി കണ്ടു. അത് പിന്നെ സമൂഹത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അത്രത്തോളം പറഞ്ഞു മുഹറം മാസം അറിഞ്ഞു കാണാൻ പാടില്ല, കണ്ടാ വലിയ പ്രശ്നമാണ്. എല്ലാ മാസം കാണുമ്പോൾ ഒരു ദുആ ഉണ്ട് നമ്മളോട്. മുഹറം മാത്രമല്ല, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ-അംനി വൽ-ഈമാനി വസ്സലാമത്തി റബ്ബി വറബ്ബുക്കല്ലാഹ്. പിറവി ചന്ദ്ര നിന്റെ രക്ഷിതാവ് അല്ലാഹ്, എന്റെയും രക്ഷിതാവ് അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുമ്മ അഹില്ലഹു ഈ മാസപ്പിറവി നിങ്ങൾക്ക് ആക്കിത്തരണം, ബിൽ-അംന് സുരക്ഷിതത്വമാക്കണം, വൽ-ഈമാൻ ഇത് വിശ്വാസത്തിൻ്റെതുമാക്കണം, വസ്സലാമ ഇത് സമാധാനത്തിൻ്റെതുമാക്കണം. അങ്ങനെയൊക്കെയാണ്. എത്ര കൃത്യമായിട്ടാണ് അറിയും. അഹില്ലഹു അലൈന എല്ലാ മാസത്തിലും അതുണ്ട്. റമദാനിൽ മാത്രമല്ല, പെരുന്നാൾ മാസം കാണുമ്പോൾ മാത്രമല്ല, ഓരോ പിറവി ചന്ദ്രനെ കാണുമ്പോഴും മുഹറം മാസത്തിന്റെ പിറവി ചന്ദ്രൻ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടും. ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ-അംന് ഈ മാസം നിർഭയത്വം തരണം റബ്ബേ. വിഷമങ്ങൾ തരരുത്, പ്രയാസങ്ങൾ തരരുത്, രോഗങ്ങൾ തരരുത്. മക്കളെ കൊണ്ട് കൺകുളിർമ തരുന്ന വാർത്ത പ്രദാനം ചെയ്യണം നാഥാ. അങ്ങനെ മനുഷ്യന്റെ എന്തെല്ലാം വിഷമം, പ്രയാസം, ആഗ്രഹവും അഭിനിവേശവും താല്പര്യവും പ്രതീക്ഷകളും മോഹങ്ങളും അങ്ങനെ ഒരുപാടുണ്ടാകാം. അതുകൊണ്ട് അവിടെയൊക്കെ ഒറ്റ ദുആ, അല്ലാതെ മുഹറത്തിന് ഒരു നഹ്സ് എന്ന് പറയുന്ന സംഗതി ഇല്ല. എന്നിട്ട് പോലും ചില കലണ്ടറുകളിൽ മുഹറം മാസം 10 അത് നഹ്സ്, അത് ദുശ്ശകുനത്തിന്റെ ദിവസം. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഇസ്ലാമിൽ മോശമുള്ള ദിവസമല്ല, നല്ല ദിവസങ്ങളെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട്, ചില മാസങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ റമദാനുണ്ട്, നേരത്തെ പറയപ്പെട്ട 4 മാസങ്ങളുണ്ട്. യൗമുൽ ജുമുഅ സയ്യിദത്തു അയ്യാം യൗമുൽ ജുമുഅ ദിവസങ്ങളുടെ രാജാവ് എന്ന് ജുമുഅ നിസ്കാര ദിവസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾക്ക് പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്, നബിമാർക്ക് മഹത്വം പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് ചിലർക്ക് ചിലരേക്കാളുള്ള പദവി കൊടുത്തു. മിൻഹും മൻ കല്ലമ അല്ലാഹ് അല്ലാഹുവോട് നേർക്കുനേരെ സംസാരിച്ചവർ ആ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ നബിമാരെ പറ്റി പറഞ്ഞു.
അവർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത ഏറെ പുകഴ്ത്തി പറഞ്ഞു. ദിവസങ്ങളെ പറ്റി പറഞ്ഞു, സ്ഥലങ്ങൾക്ക് പുണ്യം പറഞ്ഞു, പരിശുദ്ധ മക്കൾക്ക് പുണ്യം പറഞ്ഞു, പരിശുദ്ധ മദീനക്ക് പുണ്യം പറഞ്ഞു, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന മസ്ജിദിനും പുണ്യം പറഞ്ഞു. അങ്ങനെ പുണ്യം പറഞ്ഞു എന്നല്ലാതെ ചില സ്ഥലങ്ങൾ മോശം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ചെയ്യുന്നില്ല. ചില ദിവസങ്ങൾ മോശം അങ്ങനെയുമില്ല. ചില വ്യക്തികൾ മോശം അങ്ങനെയില്ല. ആർക്കും നന്നാകാനുള്ള ഒരു സ്വർഗ കവാടം തുറന്നു വെച്ച ഒരു ദീനാണ് നമ്മളെ ദീൻ. ഒരാൾ ഈ നരകത്തേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പഠിച്ചിട്ടില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അയാൾ അറിയിച്ചിട്ടുമില്ലല്ലോ. അയാൾക്ക് നന്നാകാനുള്ള സാധ്യതയുടെ ഒരു വാതായനം അല്ലാഹു ബാക്കി വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധജടിലമായ ധാരണകൾ, ലക്ഷണങ്ങൾ അതൊന്നും ദീനിലില്ല. രാവിലെ അല്ലേ പീഡിയക്കാർ പറയും ഇന്ന് എൻ്റെ കൈനട്ടായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ. അതൊരു അങ്ങനെ നടക്കും. ചിലപ്പോൾ നല്ല കച്ചവടം ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അത് അയാൾ വാങ്ങിയതുകൊണ്ടാണെന്ന് കരുതാൻ പറ്റുമോ? ഇന്ന് എന്തേ പത്ര കച്ചവടം കുറഞ്ഞത്, ഇന്നിപ്പോൾ ആരെ ആദ്യം വാങ്ങിയത്, എന്നിട്ട് ആ സാധുവിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവൻ്റെ ഈമാൻ കൊണ്ട് ഓനെ ഇങ്ങനെ മനസ്സുകൊണ്ട് അയാളെ വെറുക്കുക. അങ്ങനെ സംഭവം ദീനില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി വിശ്വാസമായിട്ട് ബന്ധപ്പെടുക. അതുകൊണ്ട് കാലം അതിനൊരു മോശം പറയാൻ വയ്യ. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമുക്ക് ഉണ്ടായേക്കാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാക്ക് മനോഹരമാണ്. നിനക്ക് ദുശ്ശകുനുള്ള ഒരു ദിവസമുണ്ട്, ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ സുബഹി നിസ്കരിക്കാത്ത ദിവസമാണ്. സ്ഥിരമായി നിസ്കരിച്ച് ശീലിച്ച ഒരാൾക്ക് ടെൻഷനാവില്ലേ? എന്നും രാവിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ജമാഅത്തിൽ പോകാൻ പറ്റില്ല, അയാൾക്ക് ഉള്ളിലൊരു വിങ്ങൽ തോന്നും. എന്നും എണീറ്റ് നിസ്കരിക്കുന്ന ഒരാൾക്ക് അബദ്ധവശാൽ അന്ന് അയാൾ 7:30 മണിക്കാണ് ഉണർന്നത്, അയാളെ ഉണർന്ന ഉടനെ അയാൾക്ക് ആകെ അസ്വസ്ഥത തോന്നും. അത്രയുള്ള ഒരു സംഭവം. അത് വേണ്ട ഒരു സംഗതിയുമാണ്. അതിലപ്പുറം ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ദിവസങ്ങളുടെ പ്രാധാന്യം പറഞ്ഞിട്ട് മുഹറം മോശാണ് പറയാൻ പറ്റൂല. ലാ തസബ്ബു ദഹർ ഇന്നമാ അനദ്ദഹർ. അള്ളാഹ് പറയുന്ന വാക്ക് നബി നമുക്ക് പറഞ്ഞു തരാം. ഖുദ്സിയായ ഹദീസ് എന്നാണ് അതിനെ പറയാ. കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഇന്നമാ അനദ്ദഹർ, ഞാൻ തന്നെയാണ് കാലം. അപ്പൊക്കെ പറ്റുന്ന ഒരു അബദ്ധാണ്. എന്തോ ഒരു മഴ പെയ്ത് ഇറങ്ങണില്ല, അപ്പൊക്കെ തുടങ്ങി അല്ലേ? ആകെ പ്രശ്നം അല്ലെ? ഈ ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും അത് പാടില്ല എന്നാണ്. അള്ളാഹിന്റെ സംവിധാനങ്ങളാണ്, അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. മഴ നമുക്ക് വേണ്ടേ? ഒരു ദ്വാണ്ട പഠിപ്പിച്ച് ഹദീസിൽ, പഠിച്ചവനെ ഈ മഴ ഞങ്ങൾക്ക് വേണ്ട, പരിസരത്ത് കാക്കി കൊടുക്കണമെന്നാണ്. മഴ പച്ച നിർത്തണം എന്ന് അള്ളാഹിനോട് ദ്വാ ചെയ്യാൻ പാടില്ല. ഈ മഴ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അതിപ്പോൾ അങ്ങോട്ട് 4 ഭാഗത്ത് കാത്തറപ്പേ, ഇവിടെ ഇപ്പം തൽക്കാലം വേണ്ട എന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. അവരും അങ്ങനെ തന്നെ വേണ്ടുള്ളൂ. എത്ര കൃത്യമാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം വിലയിരുത്തുന്ന, എല്ലാം മനസ്സിലാക്കുന്ന. അപ്പൊ ഏറ്റവും പുണ്യമായ സംഗതി അങ്ങനെ പഠിപ്പിച്ചൊരു മാസത്തെ ദുശ്ശകുനത്തിന്റെ മാസം എന്ന് ആരാണ് സമുദായത്തെ പറഞ്ഞ് പഠിപ്പിച്ചത്? അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഏറ്റവും നല്ല മാസം ഷഹറുള്ള എന്ന് വരെ വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും പവിത്രമായ മാസം. മാസങ്ങളുടെ പവിത്രത അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വലിക്കുന്നവർ, അവർ വർദ്ധിപ്പിക്കുന്നത് അവിശ്വാസത്തെയാണ്. ഖുർആൻ അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഈ 4 മാസങ്ങൾ യുദ്ധം പാടില്ല എന്ന് നിയമം ഉണ്ടാക്കിയ അതേ ആളുകൾ തന്നെ അവരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പോൾ ഒരു നിയമം മാറ്റിലുണ്ട്. ഈ മഹറത്തിൽ ഏതായാലും യുദ്ധം ചെയ്യാൻ, അതിന് പകരം നമുക്ക് സഫറിൽ യുദ്ധ നിഷിദ്ധമായൊരു മാസമാക്കി മാറ്റാം എന്ന് സ്വയം തന്നെ പ്രഖ്യാപിക്കുന്ന ഏർപ്പാടുകളൊക്കെ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. സഫർ മാസം വളരെ മോശമായ മാസമായിട്ട് ആ കാലത്ത് ചില ആളുകൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ലക്ഷണമില്ല, ഒരു കുറ്റിച്ചൂരാനില്ല, വരാ സഫറ, ഒരു ദുശ്ശകുലത്തിന്റെ സഫറുമില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത് അനുവദനീയമായൊരു സംഗതി, പുണ്യകരമായൊരു സംഗതി അതൊരിക്കലും നിഷിദ്ധമാക്കി, മോശമാക്കി, പാടില്ലാത്തതാക്കി, ദുശ്ശകുലത്തിൻ്റെതാക്കി മാറ്റരുത്. റസൂലുള്ളാഹിന്റെ ദാമ്പത്യം പഠനവിധേയമാക്കുക. ബഹുഭാരിത്വത്തിന്റെ കാലമാണ്. ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്ത കാലമാണ്. അങ്ങനെ ഒരു ദിവസം സൈനബിന്റെ അടുത്തെത്തി
സത്യത്തിൽ അന്ന് സൈനബിന്റെ ദിവസമല്ല, അന്ന് ഹഫ്സയുടെ ദിവസമാണ്. പക്ഷേ അസർ കഴിഞ്ഞിട്ട് വരുമ്പോ സൈനബിന്റെ അടുത്തൊന്ന് കയറിയതാണ്. പെട്ടെന്ന് സൈനബിന് നബിയെ പറ്റി അറിയാൻ, നബിക്ക് മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് നബിക്കന്ന് തേന് കൊടുത്തു. സൈനബ് റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ സഹധർമ്മിണിയാണ്. സന്തോഷത്തോടുകൂടി ഇഷ്ടമാണ് നബിക്ക് മധുരം. റസൂലുള്ളാഹി പറയുമായിരുന്നു, മധുരം നബിക്ക് ഇഷ്ടമാണ്. ഹുബ്ബിബതു ഇലയ്യ അന്നിസാ, എനിക്ക് എന്റെ സഹധർമ്മിണിമാരെ ഇഷ്ടമാണ്. വഹുബ്ബിബതു ഇലയ്യ അത്വീബ്, എനിക്ക് സുഗന്ധദ്രവ്യത്തോടും പെരുത്ത് ഇഷ്ടമാണ്. ഓരോ ഇഷ്ടങ്ങൾ നബിയുടെ തന്നെ അതിങ്ങനെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. എനിക്ക് മധുരം ഇഷ്ടമാണ്. അങ്ങനെ മധുരം കൊടുത്തു. സൈനബ് റളിയല്ലാഹു അൻഹാ ഈ വിവരം എങ്ങനെയോ മറ്റു ഭാര്യമാരറിയുന്നുണ്ട്. ആ ഭാര്യമാരൊക്കെ കൂടി തീരുമാനിച്ചു, നബി വരുമ്പോ നമുക്ക് നബിനൊന്ന് ഒന്ന് കളിയാക്കണം. അങ്ങനെ നേരെ വന്നു ഹഫ്സയുടെ അടുത്ത്. നബിയുടെ മറ്റൊരു ഭാര്യ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ വന്ന പാടെ നബിയോട് പറയാണ്, എന്താണ് ഒരു മണമുണ്ടല്ലോ, അക്കൽത മഗാഫീർ, നിങ്ങൾ മഗാഫീർ തിന്നുവോ? മഗാഫീർ എന്ന് പറഞ്ഞൊരു ഭക്ഷണം, ഒരു കടല പോലെ എന്തോ ഒരു സാധനമാണ്. അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലതല്ലാത്ത വാസനയൊക്കെ വരും. എനിക്കത് കേട്ടപ്പോൾ തന്നെ വിഷമായിപ്പോയി. കാരണം റസൂലുള്ളാഹിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളും പുറവും ശുദ്ധവും സുഗന്ധവുമാണ്. സഹാബിമാര് പറയാറുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹിക്ക് ദാനധർമ്മം കൊടുക്കും, ഹദിയ കൊടുക്കുമ്പോൾ നബി എപ്പോഴും കൂടുതലും സ്വീകരിക്കും. ചിലപ്പോൾ വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാൻ പറയും. അതൊക്കെ നബിയുടെ പതിവാണ്. പക്ഷേ ഞങ്ങൾ കൊടുത്തിട്ട് ഒരിക്കൽ പോലും വേണ്ട എന്ന് പറയാത്ത ഒരു ഹദിയയുണ്ട്. അത് അത്വീബ്, അത് സുഗന്ധമാണ്. ഇത്ര സുഗന്ധാണ് നബിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച സുഗന്ധം ഇഷ്ടാക്കിയത്, പുണ്യമാക്കിയത്. മനുഷ്യന്മാരടിയിലേക്ക് പോകുമ്പോൾ നല്ല വേഷത്തിലും നല്ല സുഗന്ധത്തിലും പോണമെന്നാക്കിയത്. നമ്മുടെ വിയർപ്പ് മറ്റുള്ളവനെ മണപ്പിക്കരുത് എന്ന നിയമം വന്നത്. വായ ഏറ്റവും വൃത്തിയുള്ളതാകണമെന്ന് നിയമം വന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരുന്നെങ്കിൽ എല്ലാ വധുവിന്റെ ശേഷവും പല്ല് തേക്കൽ നിയമമായിരുന്നു എന്ന് നിയമം വന്നത്. അപ്പൊ അത്ര കണിച്ചാണ് ഈ മതം. അതുകൊണ്ട് നബിക്ക് ആ വാക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി മറ്റൊരു ഭാര്യയുടെ അടുത്ത് പോയി, ആയിഷ ബീവിയുടെ അടുത്ത് പോയി. അവിടുന്ന് ഇതേ വാക്ക്, അഖൽത മഗാഫീർ, എന്തേ നിങ്ങളെ മഗാഫീർ തിന്നുവോ നബിയെ? നബിക്ക് ആ ഒരു വിഷമം തോന്നാൻ തുടങ്ങി. അപ്പൊ ഞാൻ മഗാഫീർ തിന്നിട്ടില്ലല്ലോ, ഞാൻ ഇത്തിരി തേന് കുടിച്ചിട്ടേ അല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ഇറങ്ങി സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയി. ഇതേ വാക്ക് സഫിയയും പറയാൻ തുടങ്ങി, അക്കൽത മഗാഫീർ, നിങ്ങളെ മഗാഫീർ കഴിച്ചുവോ നബിയെ? അപ്പൊ നബിക്കാകെ വിഷമമായി. പിന്നെ ആ വിഷമം തീർക്കാൻ അവിടുന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു, അല്ലാഹുവാണ്, ഞാൻ മഗാഫീർ തിന്നിട്ടില്ല. സൈനബ് എനിക്ക് തന്ന കുറച്ച് തേനെ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അല്ലാഹുവാണ്, ഇനി മേലാൽ ഞാൻ തേന് കഴിക്കൂല. ആണ് സംഭവം. അടുത്ത നിമിഷം ജിബ്രീൽ പാറിപ്പറക്കണം, വഹ്യ് വരണം. അനവദനീയമായൊരു കാര്യത്തെ എന്തിന് നബിയെ നിങ്ങളെ നിഷിദ്ധമാക്കണം? അല്ലാഹു അനുവദിച്ചു തന്നൊരു സംഗതി, അത് നിഷിദ്ധമാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? തഹരീം എന്ന സൂറ അതിന്റെ 1-ാമത്തെ ആയത്ത് ഇറങ്ങിയ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയത് നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത് നബിയെ? നിങ്ങളെ ഭാര്യമാരുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹു അനുവദനീയമാക്കിയത് എന്തിനാണ് നിങ്ങൾ നിഷിദ്ധമാക്കുന്നത്? വല്ലാഹു ഗഫൂറുർ റഹീം, നബിയെ നിങ്ങൾക്ക് സംഭവിച്ചു പോയതിനല്ല പുറത്തു തരും. അവൻ ഗഫൂറാണ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണാവാരിധിയുമാണ്. ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം പഠിക്കുമ്പോൾ മനസ്സിലാകും, നിയമം മൂലം അനുവദിച്ചു കിട്ടിയ ഒരു സംഗതി നമുക്ക് നിഷിദ്ധാക്കാൻ പറ്റൂല. പുണ്യമായി പരിചയപ്പെട്ട ഒരു മാസത്തെ അത് മോശപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് മുഹറം പവിത്രമാണ്. ആ പവിത്രത ഉൾക്കൊള്ളണം. നിരന്തരമായ ദുആ, പ്രാർത്ഥന.
നമ്മളെ ജീവിതം ആ രീതിയിലാക്കി ക്രമപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരാനിരിക്കുന്ന മുഹറം മാസം അതിനെ ആദരിക്കുന്ന, അതിൻ്റെ ആദരവ് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോയി 6 അടി മണ്ണിൽ കിടക്കുന്നവരുണ്ട്. അള്ളാഹുവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗതുല്യമാക്കിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ നമുക്കിടയിൽ ക്രയവിക്രയം നടത്തിയിരുന്ന ഒരുപാട് ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്നുണ്ട്. വീട്ടുകാർ പോലും അറിയാതെ ഉള്ളിൽ തട്ടി പറയാൻ തുടങ്ങി, പടച്ചോനെ പാപ്പ എന്താ മരിക്കാത്തെന്ന് പറയാൻ തുടങ്ങിയ ചില കടത്തങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഒരു ദുആ വളരെ പ്രധാനമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ഉറത്തയില അർദലിൽ മുഖം. പടച്ചോനെ, ആയുസ്സിന്റെ മ്ലേച്ഛമായ അവസ്ഥയിൽ ഞാൻ എത്തുന്നതിൽ നിന്ന് എന്നെ കാക്കണം റബ്ബേ എന്നൊരു ദുആ വല്ലാത്ത ദുആയാണ്. ആ ദുആ അല്ലാഹ് സ്വീകരിച്ചത് കൊണ്ടാണ് 63 വയസ്സായപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എപ്പോഴും ഈ രോഗവും പ്രയാസവും ബുദ്ധിമുട്ട്, ആളുകൾ ഇങ്ങനെ സന്ദർശകരെ പോലും ആ വീട്ടുകാർ വെറുക്കാൻ തുടങ്ങി. അങ്ങനത്തെ എത്രയോ വീടുകൾ ഭൂമിക്ക് മുകളിലുണ്ട്. നാട്ടിലുണ്ടാകാം, പരിസരത്തുണ്ടാകാം. നല്ല ക്ഷമ അങ്ങനെയുള്ള കുടുംബത്തിന് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. മരണമാണ് അവർക്ക് ഖൈറെങ്കിൽ ഈമാനോടുകൂടി അല്ലാഹു ആ പ്രിയപ്പെട്ടവരെ മരിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതമാണ് ഖൈറെങ്കിൽ അവർക്ക് രോഗശമനം നൽകുകയും അവർക്ക് ആഫിയത്തും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ നല്ല മക്കളാക്കി തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കുടുംബ ജീവിതം സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ആക്കി തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ ഗസയുടെ മണ്ണിൽ തീരാത്ത കണ്ണുനീരിന്റെ കഥ നമ്മളെ കേട്ട് ഇറങ്ങിയിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് സമാധാനവും സാന്ത്വനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരെ അല്ലാഹു സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.